ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാഠഭാഗങ്ങളാണല്ലേ. നമ്മൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഹിസ്റ്ററിയിലെ. അതുപോലെ നമ്മൾ പാർട്ട് 2 തുടങ്ങുകയും അതിലെ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പാർട്ട് 2 രണ്ടാമത്തെ ചാപ്റ്ററായ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന അധ്യായമാണ്. 7ാമത്തെ ചാപ്റ്ററാണിത്. പാർട്ട് 2 രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്? നമുക്ക് വായിക്കാം. ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ. എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരിക്കുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ, മരചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വലിച്ചു കൊണ്ടുവരുന്ന ജീനികളും കുളമ്പുകളുമൊക്കെയുള്ള ഓറഞ്ചും പച്ചയും വെള്ളയും നിറമുള്ള ചായം കൊണ്ട് വരയിട്ട് അലങ്കരിച്ച കാളകൾ, ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും പാർശ്വങ്ങളുമുള്ള ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളിന്മേലും നടന്നും ഓടിയും ജനങ്ങൾ വന്നു. തലപ്പാവുകളുമായി നാട്ടിൻപുറത്തുകാർ ഉത്സവമോടിയിൽ തിളങ്ങുന്ന സാരിയുടുത്ത് തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കയ്യിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച അവരുടെ സ്ത്രീകളോടൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി. നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്. നാം സ്വതന്ത്രരായിരിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട വിവിധ കാഴ്ചകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വായിച്ചത്? സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിലുണ്ടായുള്ള കാഴ്ചകളെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷം സന്തോഷം മാത്രം നൽകിയ ഒരു അവസരമായിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനോടനുബന്ധിച്ച് ഒരു പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദേശമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പുതിയ നക്ഷത്രം, പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ. ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ഇത് ന്യൂഡൽഹിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു സന്ദേശമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിനോടൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞ അവസരമായി മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം സന്തോഷം മാത്രം നൽകിയ ഒരു സംഭവമായിരുന്നില്ല എന്ന് പറയുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ നമ്മുടെ രാജ്യത്തിനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് സന്തോഷത്തിനേക്കാൾ ഉപരി അവിടുത്തെ ജനങ്ങളിൽ സന്താപമാണ് ഉണ്ടാക്കിയത് എന്നും പറയുന്നുണ്ട്. ഇനി എന്താണ് വിഭജനാനന്തര ഇന്ത്യ? നമുക്ക് നോക്കാം. ഇതിൽ നിന്നും ഈ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മളോട് പറയുന്നുണ്ട്, ഇതിൽ നിന്നും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സ്ഥാനം തിരിച്ചറിയാൻ പറയുന്നുണ്ട് അല്ലേ. ഈ ഭൂപടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇന്ത്യ വിഭജനത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് ഭൂപടത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭൂപടം കണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു പിങ്ക് റോസ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യ. പിന്നെ ആ ഒരു മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാൻ്റെയും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു മാപ്പിൽ നിന്ന്. ഇന്ത്യ വിഭജനത്തിൻ്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിനെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു എന്നത് നിങ്ങൾ ഭൂപടത്തിൽ നിന്നും മനസ്സിലാക്കിയല്ലോ. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് കാണാൻ സാധിക്കും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയ പ്രദേശങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു.
അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും നീങ്ങി. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു കൂട്ടപാലായനം അവിടെ ഉണ്ടായില്ല. അതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത, ഇതാണ് അവരങ്ങോട്ട് പോകാത്തതിൻ്റെ ഒരു കാരണം. അതുപോലെ തന്നെ ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം. ഇനി വേറൊരു കാരണമാണ് ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പാലായത്തിന് വിഘാതമായതും. അപ്പോൾ ഇത്രയും കാരണം കൊണ്ടാണ് പഞ്ചാബിൽ സംഭവിച്ചതുപോലുള്ള ഒരു കൂട്ടപാലായനം എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്, ബംഗാളിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ബോക്സിൽ പറയുന്നുണ്ട് സിൽഹെറ്റും ഹിതപരിശോധനയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സിൽഹെറ്റ് 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. അപ്പോൾ സിൽഹെറ്റിൽ നടത്തിയിട്ടുള്ളൊരു ഹിതപരിശോധനയെക്കുറിച്ചാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹെറ്റ് എന്ന് പറയുന്നുണ്ട്. ദ മാഞ്ചസ്റ്റർ ഗാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ അന്നത്തെ ഒരു പ്രമുഖ ദിനപത്രമാണ് മാഞ്ചസ്റ്റർ ഗാർഡിയൻ. ആ ഒരു പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബന്ധം വിടർത്തലായിട്ടാണ് ആ ഒരു പത്രം വിശേഷിപ്പിച്ചത്. ഇനിയൊരു ബോക്സിൽ പറയുന്നുണ്ട് റാറ്റ്ലിഫ് വരച്ച അതിർത്തി രേഖ. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാറ്റ്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാറ്റ്ലിഫ് രേഖ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി നിർണയിച്ചത് ആരായിരുന്നു? സിറിൽ റാറ്റ്ലിഫ് ആണ് അല്ലേ. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഇതിനു മുന്നേ ഇന്ത്യ സന്ദർശിക്കുകയോ അതുപോലെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മുൻധാരണയൊന്നുമില്ലാത്ത ഒരാളാണ്. വെറും 5 ആഴ്ച കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു വിഭജനം ഏത് രീതിയിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു റാറ്റ്ലിഫ് രേഖ ഇദ്ദേഹമാണ് തയ്യാറാക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിഭജനം നോവായി മാറിയപ്പോൾ എന്ന ഭാഗമാണ്. നമുക്ക് വായിക്കാം. ഈയിടെയുണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തോവാഗൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹൂതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുമ്പ് വടികളും കൈത്തോങ്കുകളും കൈബോംബുകളും ഏന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലാവും വിധം ചെറുത്തു നിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തി അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനിടയിൽ എതിർത്തവരിൽ 40 പേരെ അവർ വെട്ടിക്കൊന്നു. വളരെയധികം ഉണ്ടായിരുന്ന ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ ആ ഗ്രാമവാസികൾ കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടും എന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി. 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. മൗനത്തിൻ്റെ മൗറപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ഭൂട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? 1947 ഏപ്രിൽ 15 സ്റ്റേറ്റ്സ്മാനിലാണ് ഈ ഒരു ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാൻ കഴിയും എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ അവരുടെ മനോഭാവവും അതുപോലെ അഭിപ്രായങ്ങളും എല്ലാം രൂപീകരിക്കുന്നതിൽ ആ ഓർമ്മകളെല്ലാം ഇന്നും അവരിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പലായനം ചെയ്യുന്നവരുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിഭജനം ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു.
കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരകളായി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുമുള്ള ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കുടിയേറ്റത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. അതുപോലെ തന്നെ നിരവധി ആക്രമണങ്ങളുണ്ടായി, പതിനായിരങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകലിനെല്ലാം ഇരകളാക്കിയിരുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായി എന്നൊരു ഭാഗമാണ്. നമുക്ക് വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്കു ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ ആയിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജിയെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 1948 ജനുവരി 30-നാണ് വർഗീയവാദിയായ നാഥൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. നമുക്കറിയാം അല്ലേ? എന്നാണ് കൊലപ്പെടുത്തിയത്? 1948 ജനുവരി 30-നാണ് അല്ലേ? നാഥൂറാം വിനായക് ഗോഡ്സെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഭരണഘടനയിലേക്കുള്ള പടവുകൾ എന്ന ഒരു ബോക്സ് നമുക്ക് നോക്കാം. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. 1946 ഡിസംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്? 1946 ഡിസംബർ 13-നാണ് അല്ലേ? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22-ന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. എന്നാണ് അവതരിപ്പിച്ചത്? 1947 ജനുവരി 22-നാണ്. ഇത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. തുടർന്ന് 1949 നവംബർ 26-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. എന്നാണ് 1949 നവംബർ 26-ന്. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഭരണഘടന പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. എന്നാണ് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്? 1951-52 കാലഘട്ടത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് നോക്കാനുള്ള ഭാഗമാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. നമുക്ക് വായിക്കാം. കോളനിവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിലാദ്യത്തെയാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. നമ്മൾ പറഞ്ഞു അല്ലേ, പാകിസ്ഥാനിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിയതായിട്ട് നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ ഇത്തരത്തിൽ കുടിയേറി വന്നിട്ടുള്ള അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന്. അടുത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നമുക്കറിയാം ഇന്ത്യയിൽ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ടാണല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളെയും സംയോജിപ്പിച്ച് ഏകോപിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി. ഇനി അടുത്തതാണ് പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. അതുപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യയുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക എന്നുള്ളത്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് നമ്മുടെ സമ്പദ്ഘടനയെല്ലാം തകർത്തിട്ടാണല്ലേ പോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലൊരു സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തുക. ഈ വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. അഭയാർത്ഥികളുടെ പുനരധിവാസം. വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലെ അഭയാർത്ഥികളായി മാറി.
ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു. വിഭജനകാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നു. പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തോടെയാണ് ഈ ഒരു അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാനായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് അഭയാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പുനരധിവാസമാണ് ഇന്ത്യ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ബംഗ്ലാദേശ് രൂപീകരണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറി. അപ്പോൾ നമുക്കറിയാം അല്ലേ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാൻ എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് 1971 പടിഞ്ഞാറൻ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ അങ്ങനെ വേറെ ഉണ്ടായിരുന്നത് 1971 കിഴക്കൻ പാകിസ്ഥാന് സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്നൊരു രാജ്യമായിട്ട് മാറുന്നത്. വർഷം ഓർത്തു വയ്ക്കുക, 1971. ഇനി അടുത്ത ഒരു വെല്ലുവിളിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരമുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം എന്താണ് പറയുന്നത്? ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരുവാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിലനിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യമായിട്ട് പറയുന്നത്. ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആരായിരുന്നു? ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലയന കരാർ വരുവാണ്. ഈ ഒരു ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നമുക്ക് അറിയാം, ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും അതുപോലെ തന്നെ VP മേനോൻ്റെയും ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് പ്രിവി പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാലോ, നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ എന്ത് ചെയ്യാണ്? ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ അവർക്ക് ആ ഒരു നാട്ടുരാജ്യത്തുള്ള അധികാരമെല്ലാം നഷ്ടപ്പെടുകയാണ് അല്ലേ. അധികാരവും അതുപോലെ തന്നെ വരുമാനവും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് പരിഹരിക്കുന്നതിനായി ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനായി ഭീമമായ തുക സർക്കാരിന് ചെലവായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരം പ്രിവി പേഴ്സ് നിർത്തലാക്കി എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്നാണ് ഇത് നിർത്തലാക്കിയത്? 1971 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇത്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഭാഗമാണ് ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം. നമുക്ക് നോക്കാം. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി. അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷേ എന്താണ് മറ്റുള്ള വിദേശ ശക്തികളായിട്ടുള്ള പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലുള്ള ചില പ്രദേശങ്ങൾ 1947 ശേഷവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
ഇതിനെതിരെ ആ പ്രദേശങ്ങളിലെല്ലാം ജനകീയ സമരങ്ങൾ ശക്തമായി പറയുന്നുണ്ട്. അതുപോലെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടു പോകാൻ തയ്യാറായി. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവയായിരുന്നു ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ. ഇവ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലാവുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. 1954 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര, നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 1954 എന്തുണ്ടാവുകയാണ്? ഒരു ജനകീയ സമരം ഉണ്ടാവുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര, നഗർ ഹവേലി പ്രദേശങ്ങളിലുള്ള പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. തുടർന്ന് 1961 സൈനിക നടപടിയിലൂടെയാണ് ഗോവയും ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അത് എന്ത് ചെയ്യാണ്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു മാപ്പ് കാണാൻ സാധിക്കും. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളും അതുപോലെ തന്നെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളും എവിടെയാണ് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു വെല്ലുവിളിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷ എന്തൊക്കെയാണ് എന്നും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വായിക്കാം. ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അതുപോലെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ അഥവാ പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണയിക്കപ്പെടേണ്ടത് എന്ന ശക്തമായ വാദം സ്വാതന്ത്ര്യ സമരത്ത് കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നില്ല? ഭാഷാടിസ്ഥാനത്തിലായിരുന്നില്ല അല്ലേ പ്രവിശ്യകളൊന്നും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കണം എന്ന ഒരു വാദം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്കാണ് ഊന്നൽ നൽകിയത് എന്ന് പറയുന്നുണ്ട്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചാണ് ആ ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായിട്ട് ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ദർ അധ്യക്ഷനായിട്ട് 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിക്കുകയുണ്ടായി. ആരായിരുന്നു അധ്യക്ഷൻ? SK ദർ ആയിരുന്നു. 1948 ഈ ഒരു കമ്മീഷനെ നിയമിച്ചത്. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ആണ് ഈ ഒരു കമ്മീഷന്റെ പേര്. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട JVP ആണ് ഈ ഒരു കമ്മിറ്റി. JVP എന്ന് പറയുന്നു. ഈ ഒരു കമ്മിറ്റിയെ എന്നാണ് രൂപീകരിക്കുന്നത്? 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നിയമിക്കുന്നത്. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയും 1952 ഈ ആവശ്യം ഉന്നയിച്ച് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. 1952 പോറ്റി ശ്രീരാമലു ഒരു തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് 1952 പോറ്റി ശ്രീരാമലു എന്ത് ചെയ്യാണ്? നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു എന്നും പറയുന്നുണ്ട്. എന്നാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്? 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരുന്നത്.
ഇനി ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1983 കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയുണ്ടായി. ആരൊക്കെയായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലാണ്. അതിൽ ആരൊക്കെയാണ് ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്? സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു, അതുപോലെ HN കുൻസ്രു ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ഇതിൻ്റെ പേര്. 1953 കേന്ദ്ര സർക്കാർ ഈ കമ്മീഷനെ നിയോഗിക്കുന്നത്. ഇനി 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. അപ്പോൾ 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വന്നു? 1956 നവംബർ 1 14 ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തലെന്ന്. അപ്പോൾ നമുക്കിത് നോക്കാം, എന്താണെന്ന് വായിക്കാം. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിൻ്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് 1949 ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ ഒരു പ്രത്യേക കത്തിൽ നിന്നെടുത്ത ഭാഗമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഒരു കത്തിൽ സൂചിപ്പിക്കുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. തൽഫലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നിരുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷെ നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്ത് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ പിന്തുടർന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതുമേഖലയ്ക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും പങ്കുള്ളതാണ് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളിവിടെ കൂടുതൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്. ഇവിടെ ഒരു ബോക്സിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ കൊടുത്തിട്ടുണ്ട്. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി വന്നു. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നത്. 1944 തയ്യാറാക്കി ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയി ജനകീയ പദ്ധതി കൊണ്ടുവന്നു. അതിനുശേഷം ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമ്മരപ്പയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ 1950 മാർച്ച് 15 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ട് ഒരു ദേശീയ ആസൂത്രണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. 1951 മുതൽ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി 2015 ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് അവിടെ എന്ത് വരുവാണ്? 2015 നീതി ആയോഗ് നിലവിൽ വരുന്നു. 2015 ഈ ഒരു ആസൂത്രണത്തിൻ്റെ നാൾവഴികളാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതുവരെ ആസൂത്രണം എന്തൊക്കെ പദ്ധതികളിലൂടെ കടന്നുപോയി എന്നാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. നമുക്കിനി വായിക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യ ദൗർലഭ്യവും ദാരിദ്ര്യവുമായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനായാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു ഊന്നൽ നൽകിയത്? കാർഷിക വികസനത്തിനായിരുന്നു അല്ലേ. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഊർജോൽപാദനവുമായി ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചു. സത്ലജ് നദിയിലെ ബക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, അതുപോലെ മഹാനദിയിലെ ഹിരാക്കുഡ് എന്നിവയെല്ലാം ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതികളാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പദ്ധതികളായിരുന്നു എന്തൊക്കെ? സത്ലജ് നദിയിലുണ്ടായിരുന്ന ബക്രാനങ്കൽ, അതുപോലെ ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് എന്നിവയെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതികളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്?
കാർഷിക വികസനത്തിനായിരുന്നു. അപ്പോൾ കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായാലും ജലസേചന സൗകര്യവും അതുപോലെ തന്നെ ഊർജ്ജ ഉൽപാദനവും വളരെ ആവശ്യമുള്ള ഒരു കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പാഞ്ചേത് അണക്കെട്ട്, ഇന്നത്തെ ജാർഖണ്ഡിലാണ്, ഈ പാഞ്ചേത് അണക്കെട്ട് സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുദ്നി മെജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമായി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായിക വികസനത്തിനായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക വികസനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കണം അല്ലേ? അപ്പോൾ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനൊക്കെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. അതുകൊണ്ട് തന്നെ വ്യവസായ വികസനത്തിനായിരുന്നു ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യപുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടി സഹായം നൽകിയ രാജ്യമാണ് ജർമ്മനി. അടുത്തതാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അടുത്തതാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇത് പശ്ചിമ ബംഗാളിലാണ് ഉള്ളത്. ഈ ഒരു ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിക്കാൻ സഹായം നൽകിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. അടുത്തതാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിക്കാൻ സഹായം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നത്. തുടർന്നുള്ള പദ്ധതികളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജ്ജോൽപാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിംഗ് എന്നീ രംഗങ്ങളിലും സ്വതന്ത്ര ഇന്ത്യയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും വിദ്യാഭ്യാസത്തിനും ഊർജ്ജോൽപാദനത്തിനും എല്ലാം ഊന്നൽ നൽകി. പിന്നീട് ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിംഗ് എന്നീ രംഗങ്ങളിലെല്ലാം സ്വതന്ത്ര ഇന്ത്യയിൽ കൂടുതൽ മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടവ. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഭൂപരിഷ്കരണം നമുക്ക് നോക്കാം. ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസ്. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പോൾ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് കാർഷിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു നടപടി തന്നെയായിരുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്നൊരു ആശയം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിയിട്ട് JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയത്. ഇത് ഒരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഭൂദാന പ്രസ്ഥാനം നമുക്ക് നോക്കാം. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭൂപരിഷ്കരണ പ്രസ്ഥാനത്തോടൊപ്പം ഒരു ഭൂദാന പ്രസ്ഥാനത്തിനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്.
ഈ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ കൊണ്ടുവന്നത് ആരായിരുന്നു? വിനോബ ഭാവെയായിരുന്നു അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് വൻകിട ഒരുപാട് ഭൂമിയെല്ലാം കൈവശം വെച്ചിരിക്കുന്ന ഭൂവുടമകൾ ഉണ്ടാവുമല്ലോ, അവരുടെ എല്ലാം കയ്യിൽ നിന്ന് ഒരു 1/6 അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഭൂമിയുടെ 1/6 ഭൂമി ദാനമായിട്ട് നൽകാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചു. അതുപോലെ ഇങ്ങനെ ദാനമായി നൽകിയ ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ഭൂദാന പ്രസ്ഥാനത്തിലൂടെ വിനോബ ഭാവെ. ഇനി അടുത്ത ഒരു ഭാഗമാണ് ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിയും മറ്റൊരു ലക്ഷ്യമായിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങൾ ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. 1960 മുതൽ 1970 വരെയും 1970 മുതൽ 1980 വരെയുമായിട്ട് 2 ഘട്ടങ്ങളിലായിരുന്നു ഈ ഒരു ഹരിത വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ധവള വിപ്ലവം. ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. അവരുടെ നേതൃത്വത്തിലാണ്, മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ. ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന ഒരു പേരിലൊരു ക്ഷീരോത്പാദന സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്രമേണ അമൂൽ എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായിട്ട് മാറുകയും ചെയ്തത്. അമൂൽ എന്നാൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആരാണ് നേതൃത്വം നൽകിയത്? വർഗീസ് കുര്യനാണ്. ഇദ്ദേഹം ഒരു മലയാളിയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിൻ്റെയും പാലുൽപാദനങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ടിട്ട് നടപ്പിലാക്കിയതായിരുന്നു ധവള വിപ്ലവം. മത്സ്യമേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു നീല വിപ്ലവം. ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഇവയെല്ലാം. ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സാധിച്ചു എന്നും പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം അഥവാ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് ബാങ്കു സേവനങ്ങളും ലഭിക്കാതെ വന്നു. തുടർന്ന് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്? സ്വതന്ത്ര ഇന്ത്യയിൽ ബാങ്കുകളെല്ലാം വൻകിട വ്യവസായികളുടെയും അതുപോലെ തന്നെ സമ്പന്നരായ വ്യക്തികളുടെയും എല്ലാം ഉടമസ്ഥതയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നില്ല, സമ്പന്നർക്കാണ് മുൻഗണന, കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് ബാങ്ക് നൽകുന്ന സേവനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് 1969 ഇന്ദിരാഗാന്ധി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 14 പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇതിനെയാണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത് എന്ന് നാം കണ്ടല്ലോ. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1990കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. പിന്നീട് എന്താണ് പറയുന്നത്?
1990-കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിലുണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. ആ ഒരു സമയത്താണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു 1990-കൾ. ഇതിൻ്റെ ഫലമായിട്ടാണ് പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത്. ഇനി അടുത്ത ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം. നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നുവെന്ന് നമ്മൾക്കറിയാം, അല്ലേ? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. നിലവിൽ വന്നത് 1948-ലാണ്. ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ ഊന്നൽ നൽകിയ മേഖല ഏതായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തിനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഊന്നൽ നൽകിയത്. അതുപോലെ അടുത്തതായിട്ട് വന്നതാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952-ലാണ് നിലവിൽ വന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണ് ഈ കമ്മീഷൻ ഊന്നൽ കൊടുത്തത്. അടുത്തതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964-ലാണ് വന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടനയ്ക്കാണ് DS കോത്താരി കമ്മീഷൻ ഊന്നൽ നൽകിയത്. അതുപോലെ 1986-ൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയം 1986-ൽ നിലവിൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയം എന്തിനായിരുന്നു ഊന്നൽ നൽകിയത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുമായിരുന്നു പ്രാധാന്യം നൽകിയത്. അതുപോലെ അടുത്തതാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020-ൽ വന്നത്. 2020-ൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയം എന്തിനായിരുന്നു ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനുമായിരുന്നു 2020-ൽ നിലവിൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയത്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് വന്നത്? 1948-ലാണ്, അല്ലേ? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനോ 1952-ലാണ് നിലവിൽ വന്നത്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964-ലാണ് നിലവിൽ വന്നത്. 2 ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ വന്നിട്ടുണ്ട്, 1986-ലും 2020-ലും. ഇനി നമുക്ക് നോക്കാനുള്ളത് അറിവിൻ്റെ വിപ്ലവം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ എന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തൻ്റെ ദൗത്യമായി അദ്ദേഹം കരുതി. അപ്പോൾ ഇവിടെ എന്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിനായിരുന്നു, അല്ലേ, പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനാരാണ് നേതൃത്വം നൽകിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ഇദ്ദേഹം ഇതിനെ വളരെയധികം പിന്തുണച്ച ഒരു വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇതിനായി ഹോമി ജെ ബാബ, മേഘനാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. ആരൊക്കെ ആയിരുന്നു ഇതിന് നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്തു നിന്നിരുന്നവർ? ഹോമി ജെ ബാബ, അതുപോലെ തന്നെ മേഘനാഥ് സാഹ. സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അടിത്തറയിട്ടിട്ടുണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി NIV, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ BARC, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് AIIMS, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കെല്ലാം ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ. നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1974 മെയ് 18-ന് രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം എവിടെയായിരുന്നു? രാജസ്ഥാനിലെ പൊക്രാനിലായിരുന്നു, അല്ലേ? എന്നായിരുന്നു ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്? 1974 മെയ് 18-ന്. ഈ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് ഈ പേര് ലഭിച്ചത്.
1998 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. ആദ്യത്തെ ആണവ പരീക്ഷണം 1974 മെയ് 18 ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാമത്തെ ആണവ പരീക്ഷണം പൊക്രാനിൽ തന്നെയാണ് നടത്തിയത്. 1998 അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ ശക്തി. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനം. ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായി എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സുസ്ഥിരമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വളരെയധികം സേവനം നൽകിയിട്ടുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആരൊക്കെയായിരുന്നു? ഹോമി ജെ ഭാഭയും അതുപോലെ തന്നെ വിക്രം സാരാഭായിയും ആയിരുന്നു അല്ലേ. ഇനി ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് 1969 ബംഗളൂരു കേന്ദ്രമായി സ്ഥാപിതമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. 1969 ബംഗളൂരു കേന്ദ്രമായിട്ടാണ് ISRO നിലവിൽ വന്നത്. 1969 അല്ലേ ISRO നിലവിൽ വന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായി സ്പേസ് സെന്റർ തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അതുപോലെ തന്നെ ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. വിക്രം സാരാഭായിയുടെ ഫോട്ടോ ഉണ്ട്. നമുക്ക് നോക്കാം. ഇനി ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളിൽ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച അഭിമാനകരമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടവ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ ദൗത്യം, അതായിരുന്നു 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണ ദൗത്യം നടന്നത്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ചന്ദ്രപര്യവേഷണ ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. അതുപോലെ 2013 മംഗൾയാൻ ദൗത്യം ഉണ്ടായിട്ടുണ്ട്. സൗരഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആദിത്യ L1 വിക്ഷേപണ ദൗത്യവും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇവ കൂടാതെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഗഗൻയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. ഇനി ഇവിടെ ഒരു ബോക്സിൽ ദേശീയ ബഹിരാകാശ ദിനം കൊടുത്തിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ എന്നാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാനുള്ള കാരണം? ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്കാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നു ഒരു ബോക്സാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണല്ലേ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇന്ത്യയുടെ വിദേശ നയം. നമുക്ക് നോക്കാം. ലോക സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രത്തിൽ കാണുന്നത്. ഇവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് പറയുന്നത്? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ.
ഇത്രയുമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്തത് പഞ്ചശീല തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത് നമുക്ക് നോക്കാം. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത്രയുമാണ് ഇന്ത്യയുടെ പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാം ലോകയുദ്ധത്തിനു ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി. ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1983 ന്യൂഡൽഹിയിൽ ചേർന്ന 7ാമത് ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനും രാജ്യം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. കോളനി ഭരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ലോകത്തിലെ പ്രധാന ശക്തികളിൽ ഒന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നാം ഇനിയും ഏറെ ദൂരം മുന്നേറേണ്ടതായിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനമായ കേരളവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകം ശ്രദ്ധിച്ച കേരളത്തിൻ്റെ വികസനാനുഭവങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഒരു എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ കേരളത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ കേരള വികസന മാതൃകയെ പറ്റി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കേരളത്തിൻ്റെ ഒരു വികസനമാണല്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. കേരളം ഐക്യ കേരള രൂപീകരണത്തിന് മുന്നേ കേരളം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ദക്ഷിണ കർണാടക എന്നീ ഭാഗങ്ങളായിട്ട് അങ്ങനെ വിഭജിച്ചു കിടക്കുകയായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂടി ഉൾപ്പെടുത്തിയാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് 1957 നടന്നത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെൻറ് രൂപീകരിച്ചു. അപ്പോൾ കേരളം എന്നാണ് രൂപീകരിക്കുന്നത്? 1956 നവംബർ 1 കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് 1957 നടന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അതിൽ പ്രധാനപ്പെട്ടവ നമുക്ക് പരിശോധിക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാനുള്ളത് ഭൂപരിഷ്കരണം കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നടന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. ഇതിൽ ആദ്യം തന്നെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയിൽ നിന്നെടുത്ത ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിരാശകൾ പോലതിലോരോരോ മരതക കൂമ്പ് പൊടിച്ചു വന്നു, മലയൻ നടക്കുന്നു മാടത്തിലലയും മുറയും നിലവിളിയും, അവശന്മാരാർത്തന്മാർ ആലംബഹീരന്മാർ അവരുടെ സങ്കടമാരറിയാൻ, പണമുള്ളോർ നിർമ്മിച്ച നീതിക്കിതിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചു. ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ വാഴക്കുല എന്ന കവിതയിൽ നിന്നുള്ള ഭാഗമാണ്. ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതിയാണ് മുകളിലെ കവിതാഭാഗം സൂചിപ്പിക്കുന്നത്. ഈ കവിതയിൽ നിന്ന് അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് എന്തൊക്കെ സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത്തരം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് 1975 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത്. തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. അപ്പോൾ 1957 നിലവിൽ വന്ന കേരള സർക്കാരിൻ്റെ കാർഷിക ബന്ധ നിയമം എന്നാണ് അവതരിപ്പിച്ചത്? 1957 അല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ 1970 ജനുവരി 1 എന്ത് നിലവിൽ വന്നു? കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വന്നു. അത് പ്രകാരം എന്ത് ചെയ്യാണ്? കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിര അവകാശം ലഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഭൂപരിധി. കേരള ഭൂപരിഷ്കരണ നിയമം 82 വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വയ്ക്കാവുന്നതാണ്. കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 82 വകുപ്പ് പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫലമായിട്ട് നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു. ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ ഒരു കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഒരു മാറ്റം തന്നെയാണ് കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമപ്രകാരം കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അറിവിൻ്റെ വ്യാപനവും വിനിമയവും കേരളത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അപ്പോൾ ഇത് നമുക്ക് വളരെ ഫെമിലിയറായ ഒരു ഭാഗമാണല്ലേ. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞതാണിത്. താഴ്ന്ന വിഭാഗത്തിൽ പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്ത ജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര, ചോതി, കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങളാണ് അരങ്ങേറിയത്. ഇതിൻ്റെ ഫലമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് കാലത്ത് സ്കൂളിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, അതിനെതിരെ നടന്ന സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയവരാണ് വെള്ളിക്കര ചോതി, അതുപോലെ കുറുമ്പൻ ദൈവത്താനം. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ട് കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് മുകളിൽ നൽകിയിരിക്കുന്ന സംഭവം സൂചിപ്പിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമായി മാറി. ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്നിവയൊക്കെയാണ് ഇതിന് വഴിതെളിച്ച പ്രധാന ഘടകങ്ങൾ. അപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസം ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാനും അത് ജനകീയവും സാർവത്രികവുമായി മാറാനുള്ള കാരണം ഉണ്ടായത്. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂപരിഷ്കരണം ഒരു കാരണമായിരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും മിഷണറിമാരുടെ ഇടപെടലുകളും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഇവയെല്ലാം ഈ ഒരു മാറ്റത്തിലേക്ക് വഴിതെളിച്ച ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യവുമായ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തെ സ്വാധീനിച്ച മറ്റ് ചില ഘടകങ്ങളാണ് അച്ചടിയുടെ വ്യാപനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം തുടങ്ങിയവ. അപ്പോൾ ഇവിടെ ബോക്സിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനം? കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല ആരാണ് സ്ഥാപിച്ചത്? 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് ഈ ഒരു പബ്ലിക് ലൈബ്രറി നിർമ്മിച്ചത്. ഇനി 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇത്രയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നേട്ടങ്ങളാണ്. ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത്.
ഭൂപരിഷ്കരണ നിയമങ്ങൾ, 1988 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായി 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. അപ്പോൾ എന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറുന്നത്? 1991 ഏപ്രിൽ 18 വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മുന്നിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതും അതുപോലെ തന്നെ 1988 കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നു. അതോടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും ഒക്കെ ആക്കി മാറ്റിയതുമാണ് ഇത്തരം ഒരു മാറ്റം കേരളത്തിൻ്റെ സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും വരാനുള്ള കാരണമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഇതോടെ ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു പഞ്ചായത്തി രാജ്, കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരികയാണ് അല്ലേ. എന്നാണ് നിലവിൽ വന്നത്? 1994 ഏപ്രിൽ 23 ഇത് വന്നതോടുകൂടി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി അധികാരങ്ങൾ ലഭ്യമായി എന്നാണ് പറയുന്നത്. അവർക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാനും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഒക്കെയുള്ള ഒരു അധികാര അവകാശമൊക്കെ ഈ ഒരു പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ സാധിച്ചു. ഇനി കേരളവും ഉന്നത വിദ്യാഭ്യാസവും നമുക്ക് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവായ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം. അതിൻ്റെ ഫോട്ടോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പറയാം, കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു സർവകലാശാല, കേരള സർവകലാശാല മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ആകെ ഒരു കേരള സർവകലാശാല മാത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ കൂടാതെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോളിടെക്നിക്കുകൾ, വ്യവസായ പരിശീലന സ്ഥാപനങ്ങൾ അതായത് ITI തുടങ്ങിയവയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതു മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യവും ആ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളുമാണ് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ സംസ്ഥാനമായിട്ട് വളർത്തിയ പ്രധാന ഘടകം എന്ന് പറയുന്നുണ്ട്. കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ എന്തുണ്ടാവുകയാണ്? സാർവത്രിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ തന്നെ ആ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിനെ ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് വളർത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കേരളത്തിലെ സാക്ഷരതാ നിരക്കാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും സാക്ഷരതാ നിരക്കിനെ കമ്പയർ ചെയ്യുകയാണ്. 1951 ഇന്ത്യയിൽ 27%, കേരളത്തിൽ 47% ഉണ്ടായിരുന്നതാണ് സാക്ഷരത. 2021 നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ 78%, കേരളത്തിൽ അത് 94% നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു സാക്ഷരതാ നിരക്കിനെ കമ്പയർ ചെയ്യുന്ന ഒരു പട്ടികയാണ് നോക്കുക. പിന്നെ അതുപോലെ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതിനൊരു കുറച്ച് പത്ര കട്ടിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ആരോഗ്യം, മാതൃകയായി കേരളം. നീതി ആയോഗിൻ്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ വീണ്ടും കേരളം മികവിൽ. ദേശീയ അംഗീകാര നിറവിൽ കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗം. മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് പറയുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുവാനും കേരളത്തിന് കഴിയുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ച ചില നേട്ടങ്ങളുടെ ഫലങ്ങൾ ചുവടെ നൽകുന്നു. നമുക്ക് നോക്കാം. കേരളത്തിൽ എന്താണ്? കുറഞ്ഞ ശിശുമരണ നിരക്കാണുള്ളത്. അതുപോലെ തന്നെ കുറഞ്ഞ മാതൃമരണ നിരക്കും ഉയർന്ന ആയുർദൈർഘ്യവും അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കുമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രത്യേകതകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്.
വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരാൻ കേരളത്തിന് സാധിച്ചത്. 1965 നടപ്പാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കുടുംബശ്രീയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീ ഒന്നായി മുന്നേറാം എന്ന് പറയുന്ന ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹ്യ നീതിക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് കേരളത്തിൻ്റെ കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങൾ വളർന്നു വന്നത്. അതിനാൽ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിനൊപ്പം കിടപിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനും കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ ഉണ്ടായിട്ടുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ്. വിവിധ മേഖലയിലുണ്ടായ വികസനങ്ങളും നിരവധി പദ്ധതികളും അതുപോലെ തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങളും നമ്മളിവിടെ കണ്ടു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.